വീടുള്ള ഭൂമികൾ ജപ്തി ചെയ്യില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രഹസനമെന്ന ജനം TV വാർത്ത ശരിവെച്ച് കേരള ബാങ്ക് നടപടി. കാസർഗോഡ് നീലേശ്വരത്തെ നിർധന കുടുംബത്തെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട ക്രൂരതയിൽ കണ്ണടച്ച് സർക്കാർ. പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാതെ സഹകരണ വകുപ്പും ഒഴിഞ്ഞു മാറിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഗുരുതരമായൊരു വിഷയം ജനം TV ആണ് പുറത്തു കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പോലും വിശ്വാസമില്ല എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഇതിൽ നിന്നൊക്കെ തന്നെയും ഒഴിഞ്ഞു മാറുകയാണ് വകുപ്പ് പോലും. എന്താണ് മറ്റു വിവരങ്ങൾ? ഈ മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസംഗം വരുന്നത് ജനുവരി 10-ാം തീയതിയാണ്. അതായത് സർഫാസി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾ വീടുള്ള ഭൂമികൾ ജപ്തി ചെയ്തെന്ന നിർദ്ദേശം നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇത് സംബന്ധിച്ച ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകളോ നിർദ്ദേശങ്ങളോ ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞ സമയത്ത് തന്നെ, ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ സമയത്ത് തന്നെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് നിയമം അനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള, അതായത് ഈ വായ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ തിരിച്ചടവുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന് നിർദ്ദേശം നൽകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം അന്ന് തന്നെ ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് ജനം TV ആണ്. പ്രത്യേകിച്ച് സർക്കാർ നൽകുന്ന അത്തരം ഒരു നിർദ്ദേശം നൽകിയാൽ ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യമൊക്കെ ജനം TV കൃത്യമായി വിശദീകരിച്ച റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. പിന്നാലെ ഇത് സംബന്ധിച്ച് നമ്മൾ നൽകിയ ഒരു വിവരാവകാശത്തിന് സഹകരണ ബാങ്കുകൾ കൃത്യമായി, അല്ലെങ്കിൽ സഹകരണ വകുപ്പ് കൃത്യമായ വിവരം നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരമൊരു നിർദ്ദേശമോ ഉത്തരവോ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതൊന്നും വിവരാവകാശത്തിന്റെ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളൊരു വിചിത്ര മറുപടിയായിരുന്നു അന്ന് സഹകരണ വകുപ്പ് നൽകിയത്. അതായത് ഇത്തരം ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഒന്നും തന്നെ സർക്കാർ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശമോ ഉത്തരവോ നൽകാൻ സർക്കാരിന് താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് തന്നെ ഒരു പ്രഹസനമായി മാറി എന്നുള്ള കാര്യവും ജനം TV അതോടെ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കാസർഗോഡ് നീലേശ്വരത്ത് വയോധികയും കൈക്കുഞ്ഞും അടങ്ങുന്ന ഒരു കുടുംബത്തെ കേരള ബാങ്ക് വഴി വീട്ടിന് പുറത്ത് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് എത്തി വീട് സീൽ ചെയ്ത് മടങ്ങുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് വെറും പ്രഹസനമാണെന്ന ജനം വാർത്ത ഇതോടെ ശരിയാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത്തരത്തിലൊരു ഉത്തരവ് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് സർക്കാരോ നിർദ്ദേശമോ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമോ സഹകരണ വകുപ്പോ സർക്കാരോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും തന്നെ ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടുമില്ല. അങ്ങനെ നിയമസഭയിൽ പറഞ്ഞ പരാമർശം ഒന്നെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കളവായിരുന്നു എന്ന് വേണമെങ്കിലും ഈ ഘട്ടത്തിൽ പറയാനുള്ള സാഹചര്യം ഈ കാസർഗോഡ് നീലേശ്വരത്തെ ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കേരള ബാങ്ക് എന്നുള്ളത് സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളുടെയും സംസ്ഥാന സഹകരണ ബാങ്കിന്റെയും ഒക്കെ ഏകീകൃതമായിട്ടുള്ള രൂപമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നിർദ്ദേശം ഉണ്ടെങ്കിൽ, ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ആ നിർദ്ദേശവും ആ ഉത്തരവും നൽകേണ്ടത് കേരള ബാങ്കിന് തന്നെയാണ്. അപ്പോൾ സർക്കാരിന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിനപ്പുറത്തേക്ക് ഇതിൽ കൃത്യമായ ഒരു നിർദ്ദേശമോ ഉത്തരവോ നൽകാൻ ഒരു താല്പര്യവുമില്ല, അല്ലെങ്കിൽ ഒരു നടപടികളുമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി ഇപ്പോൾ ഈ കാസർഗോഡ് നീലേശ്വരത്ത് സ്വീകരിച്ചിരിക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടി അതിനുള്ളൊരു തെളിവായി മാറിയിരിക്കുന്നു. എന്നാലും സർക്കാർ ഇക്കാര്യത്തിൽ തുടരുകയാണ്. വിവരാവകാശ നിയമപ്രകാരം അടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യവും. വിഷ്ണു. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.